വാട്ടർ കണക്ഷൻ ഇല്ലാത്തയാൾക്ക് കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ നോട്ടീസ്. പണമടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. തലക്കോട് സ്വദേശി തോമസിനാണ് നോട്ടീസ് ലഭിച്ചത്. എന്നാൽ തോമസിന്റെ പേരിൽ കണക്ഷൻ ഉണ്ടെന്നാണ് വാട്ടർ അതോറിറ്റിയിലെ രേഖകൾ പറയുന്നത്. പരിശോധിച്ച ശേഷം മറുപടി നൽകാമെന്നാണ് തോമസിന് ലഭിച്ച മറുപടി. തലക്കോട് കൂവക്കണ്ടത്തിൽ KM തോമസ് എന്ന ഷാജിക്ക് കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ നോട്ടീസ് ലഭിച്ചു. 7 ദിവസത്തിനകം 2332 രൂപ അടയ്ക്കണം. അല്ലാത്തപക്ഷം റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പണം ഈടാക്കുമെന്നായിരുന്നു നോട്ടീസ്. കുടിശ്ശിക വരുത്തിയതിനാൽ കണക്ഷൻ കട്ട് ചെയ്തെന്നും നോട്ടീസിലുണ്ട്. നോട്ടീസ് ലഭിച്ച ഷാജി ശരിക്കും ഞെട്ടി. ഒരിക്കൽ പോലും വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ കുടിശ്ശിക എന്നായി സംശയം. തൻ്റെ വീട്ടിൽ മാത്രമല്ല അയൽപക്കത്തെ വീടുകളിലും വാട്ടർ കണക്ഷൻ ഇല്ല. അതുകൊണ്ട് ബിൽ മാറി വന്നതാണെന്നും കരുതാനാവില്ല. എനിക്ക് ഇന്നലെ വാട്ടർ അതോറിറ്റിയിൽ ഒരു ബില്ല് വന്നു. ബില്ലല്ല, നോട്ടീസ്. ആ നോട്ടീസിൻ്റെ അടുത്ത് പറഞ്ഞേക്കണേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എൻ്റെ വാട്ടർ കരം അടയ്ക്കാത്തത് കൊണ്ട് എൻ്റെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തുടർ നടപടികൾ അതിൻ്റെ തുക ഇത്ര രൂപ 2300 ചില്ലുവാനും രൂപ ഇതിൻ്റെ അത് അടയ്ക്കണമെന്നും അത് അടയ്ക്കാത്ത പക്ഷം എൻ്റെ റവന്യൂ റിക്കവറി ചെയ്യുമെന്നും ആ പൈസ അടയ്ക്കണമെന്നും പറഞ്ഞാണ് ഈ നോട്ടീസ് വന്നേക്കണേ. എനിക്ക് നിലവിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വാട്ടർ കണക്ഷൻ എടുത്തിട്ടില്ല. എനിക്ക് വാട്ടർ കണക്ഷനേ ഇല്ല. എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്കും വാട്ടർ കണക്ഷൻ ഇല്ല. പിന്നെ എങ്ങനെയായി വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഷാജി നോട്ടീസുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പരാതി പറഞ്ഞു. കണക്ഷൻ സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചപ്പോൾ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ ഷാജിയുടേതാണ്. എന്നാൽ ഫോൺ നമ്പർ മാത്രം മാറ്റമുണ്ട്. കാര്യം പരിശോധിച്ച ശേഷം വിശദീകരണം നൽകാമെന്നാണ് ഷാജിക്ക് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള മറുപടി. നമുക്ക് കണക്ഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് പൈസ അടയ്ക്കണേ? നമുക്ക് കണക്ഷൻ ഇല്ലല്ലോ. നിലവിൽ നമുക്ക് വാട്ടർ കണക്ഷൻ എൻ്റെ തൊട്ട് ചേർന്നുള്ള വീടുകളിൽ പോലും ഇല്ല. ആ ഭാഗത്തേക്ക് പൈപ്പായി വന്നിട്ടില്ല. എന്നാലേ വാട്ടർ കണക്ഷൻ കിട്ടുള്ളൂ. അപ്പം നിലവിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് ആവശ്യം പോലെ വെള്ളവും വേറെ ആൾക്കാർക്കും ഞാൻ വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ അടുത്തുനിന്ന്. GTV ന്യൂസ്, കോതമംഗലം.